നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് ലീഗിൽ നടന്ന മത്സരത്തിൽ PSG മൊണോക്കോയോട് സമനില വഴങ്ങിയിരുന്നു. രണ്ട് ടീമുകൾക്കും മത്സരത്തിൽ ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. മത്സരത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷം സൂപ്പർ താരമായ കിലിയൻ എംബപ്പയെ പരിശീലകനായ ലൂയിസ് എൻറിക്കെ പിൻവലിച്ചിരുന്നു. തുടർന്ന് രണ്ടാം പകുതിയിലേക്ക് കോലോ മുവാനിയെയായിരുന്നു PSG ഇറക്കിയിരുന്നത്. ഈ പിൻവലിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എംബപ്പെ PSG ബെഞ്ചിൽ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ അമ്മയുടെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് എംബപ്പയെ പിൻവലിച്ചു എന്ന ചോദ്യത്തിന് പരിശീലകൻ ഉത്തരമായി നൽകിയത് അത് തന്റെ മാത്രം ഒരു തീരുമാനമാണ് എന്നാണ്. കഴിഞ്ഞ റന്നസിനെതിരെയുള്ള മത്സരത്തിലും കിലിയൻ എംബപ്പയെ PSG പരിശീലകൻ പിൻവലിച്ചിരുന്നു. അന്ന് 65-ാമത്തെ മിനിറ്റിലായിരുന്നു എംബപ്പയെ പിൻവലിച്ചിരുന്നത്. എന്നാൽ തന്നെ പിൻവലിച്ചതിൽ എംബപ്പെ കടുത്ത ദേഷ്യത്തിലാണ്. മാത്രമല്ല, കൃത്യമായ ഒരു ആശയവിനിമയം എംബപ്പയ്ക്കിടയിലും എൻറിക്കയ്ക്കിടയിലും ഇപ്പോൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എംബപ്പെ ഈ പരിശീലകനോട് വിശദീകരണം തേടിയിരുന്നു. എൻറിക്ക അതിനുള്ള ഒരു വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത സീസണിൽ എംബപ്പെ ഇല്ലാതെ കളിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ക്ലബ്ബ് ഒരുങ്ങുകയാണ് എന്നാണ് എൻറിക്കെ എംബപ്പയോട് പറഞ്ഞിട്ടുള്ളത്. പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ ലെ കുപ്പാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ എംബപ്പയെ കൃത്യമായി ഉപയോഗപ്പെടുത്തുമെന്നുള്ള ഒരു ഉറപ്പും ഈ താരത്തിന് പരിശീലകൻ നൽകിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ രണ്ടാം പാദ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ റയൽ സോസിഡാഡിനെയാണ് PSG നേരിടുക. ഈ മത്സരത്തിൽ എംബപ്പയെ എൻറിക്കെ ഉപയോഗപ്പെടുത്തിയേക്കും. ഏതായാലും എംബപ്പെ ക്ലബ്ബ് വിടുകയാണ് എന്ന് ഉറപ്പായതോടുകൂടി ക്ലബ്ബുമായുള്ള ബന്ധം ഇപ്പോൾ വഷളായിട്ടുണ്ട്. അതിന്റെ ഒരു തെളിവുകൾ തന്നെയാണ് ഇതൊക്കെ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.